ചിക്കൻ ബിരിയാണി കുക്കറിനകത്ത് ഉണ്ടാക്കാം. 15 മിനിറ്റ് മതിയിട്ട് ഉണ്ടാക്കാനായിട്ട് 1.25 കിലോ ചിക്കൻ അരിഞ്ഞത്. അരി വേവിക്കണം നമുക്ക് ആദ്യം. 125 ബിരിയാണി ഇഷ്ടമില്ലാത്ത മലയാളികൾ. നെഞ്ചിൽ കഞ്ചബാണമേഴും സ്വർഗറാണിയോ നീ സ്വപ്ന കന്യയോ. മുന്നിൽ ഇന്ദ്രജാലമാടും ക്ലിയോപാട്രയോ നീ ഡെസ്റ്റിമോനയോ. രാവിറങ്ങി വന്ന താരമേ, തേരിറങ്ങി വന്ന തിങ്കളേ. ഒരു സബോള കുനുകുന, 2 തക്കാളിയും കൂടി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച്, മഞ്ഞപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഇനി കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, തൈര്, നാരങ്ങ നീര്, കരിവേപ്പില, കുങ്കുമപ്പൂവ്, ഇതെല്ലാം കൂടി കുക്കറിൽ കിടുന്ന സമയത്ത് 50 ഗ്രാം നെയ്യും കൂടെ ചേർക്കുക. ഇനി വേവിക്കൊന്നും വേണ്ട, നെയ്യ് പൈസ ചേർക്കട്ടെ. ഞാൻ ഒരു വിരല് വെച്ച് നോക്കും. അപ്പോൾ ടേസ്റ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടത് ബൂംബാങ്ങിൻ്റെയാണ്. കാണാൻ ഇഷ്ടപ്പെട്ടത് ബൂംബാങ്ങിൻ്റെ. ഇതത്ര വെടുപ്പല്ല, മണത്തിനും വ്യത്യാസമുണ്ട്. ഉണ്ടാക്കിയതിൻ്റെ വെന്തിട്ടുണ്ട്. ഞാനൊരു ഡൗട്ട് അടിച്ചു, ഓ ജ്യൂസി. കൊള്ളാം. നെയ്യ് കൂടിപ്പോയെന്നൊരു ഡൗട്ട്, പക്ഷെ കൊള്ളാം, ടേസ്റ്റ് കൊള്ളാം, നൈസ്. കാണാം. അടുത്തത് ChatGPT ഉണ്ടാക്കിയ, കാണാൻ നല്ല രസമില്ല, എന്നാലും കഴിച്ചു നോക്കാം. കുഴപ്പമില്ല, പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ ബൂംബാങ്ങിൻ്റെ ഉണ്ടാക്കിയോണ്ടല്ല, കുറച്ച് വ്യത്യാസമായ ഫീലും അല്ലാതെ ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട്. ബൂംബാങ്ങിൻ്റെ നല്ല ടേസ്റ്റുണ്ട്, നല്ല നെയ്യും ആ മസാലയുടേതും ഇതെല്ലാം ഇങ്ങനെ ഫ്രഷായിട്ട് നിൽക്കുന്ന ഒരു ഫീൽ. ബൂംബാങ്ങിൻ്റെ 10 out of 10. മറ്റത് കാണാനും കൊള്ളില്ല, ടേസ്റ്റും ഓക്കെയാണ്. നമ്മളിപ്പോൾ പലയിടത്തും ഓടിപ്പോണെങ്കിൽ പെട്ടെന്ന് ചുരുട്ടി കൂട്ടി അടിച്ചിട്ട് പോകണം. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നെയ്യും ഇതിൻ്റെ ചിക്കൻ്റെ ഇതെല്ലാം കൂടെ ചേർന്നൊരു ഗ്രേവി പോലെ, തിക്ക് ഗ്രേവി പോലെ ഒരു സാധനം വരും, നെയ്യിൻ്റെ ഇതൊക്കെ വന്നിട്ട്. അത് അപാര 100% ബൂംബാങ് തന്നെ കൊള്ളാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ യൂട്യൂബേഴ്സ് ഫുഡ് ഉണ്ടാക്കണത് ട്രൈ ചെയ്തിട്ട് കമ്പയർ ചെയ്യും. ChatGPT ആയിട്ടൊന്ന് മത്സരിപ്പിച്ച് നോക്കണം, എന്നിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് അതിൻ്റെ ഇത് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ